വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ നിർണായക മൊഴി. തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്ന് മാതാവ് ഷെമി. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചത്. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമിയുടെ മൊഴി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇതിനു മുമ്പുള്ള അവസരത്തിൽ ഇന്ന് രാവിലെ അടക്കം ഷെമി പറഞ്ഞത് താൻ കട്ടിൽ നിന്ന് വീണതെന്നായിരുന്നു. അമ്മയുടെ മകനോടുള്ള സ്നേഹം, കരുതൽ, അല്ലെങ്കിൽ അവർക്കത് വിശ്വസിക്കാനാവാത്ത കാര്യമാണ് ഇപ്പോഴുമെന്നായിരുന്നു പിതാവ് പറഞ്ഞതൊക്കെയും. പക്ഷെ ഇപ്പോൾ അമ്മ കാര്യങ്ങൾ ഒന്നൊന്നായി വിശദീകരിക്കുകയാണോ അന്വേഷണ സംഘത്തോട്? ഗൂഗിൾ, ഇതിലൊരു വ്യക്തത വരുത്തുന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യമാണ്. മാത്രവുമല്ല, ഇതുവരെ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന അതിനുശേഷം ഇന്ന് രാവിലെ പോലും അഫാന്റെ മാതാവ് ഷെമി നമ്മളോട് പങ്കുവെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അത് ഓൺ എയർ തന്നെ, അതായത് ക്യാമറയ്ക്ക് മുൻപിൽ തന്നെ അവർ പറഞ്ഞ കാര്യം താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളതാണ്. പക്ഷേ അതൊരു അർദ്ധബോധാവസ്ഥയിലാണ്. പ്രത്യേകിച്ച് സെഡേഷൻ ഉണ്ട്. വലിയ സർജറികൾക്ക് ശേഷമാണ് ഷെമി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ രീതിയിൽ മുഖവിലക്കെടുക്കാനാവില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ്. എന്നാൽ ഇന്ന് വൈകിട്ടോടുകൂടി കിളിമാനൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഷെമിയെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു. ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷെമി വെളിപ്പെടുത്തിയതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട്. ഈ കേസുണ്ടായി ഇത്രയും കാലം, ഇത്രയും ദിവസം ഇതുവരെയും അങ്ങനൊരു മൊഴി ഷെമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. മാത്രവുമല്ല, ആ ഇൻസിഡന്റ് അന്നേരം നടന്ന, ആ ദിവസം നടന്ന ഇൻസിഡന്റ് ഓരോന്നോരോന്നായി ഷെമി ഇന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലും വ്യക്തത പോലീസ് പ്രതീക്ഷിക്കുന്നു. അഫാൻ തന്റെ പിന്നിൽ വന്ന ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം താൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നിൽ നിന്ന് കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തു മുറുക്കി. അപ്പോൾ തന്നെ ബോധം പോയി എന്ന് ഷെമി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബോധം വന്നപ്പോൾ പോലീസുകാർ മുറിയുടെ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ ഷെമിയെ ആദ്യം ആക്രമിച്ച് ഷാൾ കൊണ്ട് കഴുത്ത് ഞെരിച്ച ശേഷം അഫാൻ വീട്ടിൽ നിന്ന് മുറിയിൽ പൂട്ടിയിട്ട ശേഷം പോയിരുന്നു. ആ സമയത്തൊക്കെ ഷെമി അർദ്ധബോധാവസ്ഥയിലായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ പൂർണ്ണമായും ഷെമി ബോധരഹിതയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് പോലീസുകാർ വൈകിട്ടോടെ ജനൽ തകർക്കുമ്പോൾ മാത്രമാണ് തനിക്ക് ബോധമുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഷെമി പറഞ്ഞിരിക്കുന്നു. ഒരു വഴുവഴുപ്പുള്ള വസ്തുവിൽ ചവിട്ടി വീഴുന്നത് പോലെ തനിക്കിടയ്ക്ക് തോന്നിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഷെമി, അതൊരു പക്ഷേ രക്തമായിരുന്നിരിക്കാം, ഷെമി അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കിളിമാനൂർ പോലീസിനെ സംബന്ധിച്ചത്, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന 3 പോലീസ് സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഷെമി തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യം അഫാൻ തന്നെയാണ് ആക്രമിച്ചതെന്നുള്ള കാര്യം ഷെമി സ്ഥിരീകരിച്ചു എന്നുള്ളത്. മാത്രവുമല്ല, ഈ കേസിൽ ആക്രമിക്കപ്പെട്ടവരിൽ ജീവനോട് അവശേഷിക്കുന്ന ഒരേ ഒരാൾ ഷെമിയാണ്. ആ ഷെമിയുടെ മൊഴി നിർണായകമാണ്. ഇന്ന് രാവിലെ SKN മോർണിംഗ് ഷോയിൽ സംസാരിക്കുന്ന സമയത്ത് ഷെമി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തന്റെ മകനെ എങ്ങനെയെങ്കിലും ഇറക്കണം, അപ്പോൾ മാതൃസ്നേഹത്തിന്റെ മുൻപിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുമോ, നിർണായകമായിട്ടുള്ള സാക്ഷിമൊഴി മാറുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, ഷെമി പോലീസിനോട് ഈ വിഷയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അവരുടെ അർദ്ധബോധാവസ്ഥയിൽ നിന്നും റിയാലിറ്റിയോട് പതുക്കെ ഷെമി അടുക്കുന്നു എന്ന് വേണം കരുതാൻ. ഗൂഗിൾ, ഷഫീദ, ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ എല്ലാ കണ്ടെത്തലുകളിലും എവിടെയെങ്കിലും അവർക്കൊരു തിരിച്ചൊരു ചോദ്യമുന, അല്ലെങ്കിൽ അവരുടെ ആ കണ്ടെത്തലുകൾക്ക് മുന്നിൽ ഒരു തടസ്സം, അല്ലെങ്കിൽ മുന്നോട്ട് പോക്കുന്ന ഒരു തടസ്സം മാതാവിന്റെ നിലപാട് തന്നെയായിരുന്നു, അല്ലെങ്കിൽ അഫാൻ അല്ല തന്നെ ആക്രമിച്ചത്, താൻ കട്ടിൽ നിന്ന് താഴെ വീണു എന്ന നിലപാടിൽ ഷെമി ഉറച്ചു നിന്നായിരുന്നു. അതിപ്പോൾ നീങ്ങിയിരിക്കുന്നു, മാതാവ് അങ്ങനെ മൊഴി നൽകുന്നു. ഇതിനപ്പുറം വലിയ സാമ്പത്തിക ബാധ്യത എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ആ കാര്യങ്ങൾ കൂടി സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ആരോഗ്യനില മെച്ചപ്പെടുമ്പോൾ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ, അല്ലേ? ഗോകുൽ, ഉറപ്പായിട്ടും പല കാര്യങ്ങളിലും ഇനി വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മൾ തന്നെ പറയുന്ന ഒരു കാര്യം, നിലവിലത്തെ ഇപ്പോഴത്തെ ഷെമിയുടെ ആരോഗ്യാവസ്ഥയിൽ പോലീസിന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയില്ല. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ ആക്രമിക്കപ്പെട്ടവരിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ഷെമിയാണ്, അഫാന്റെ മാതാവാണ്. അഫാൻ തന്നെയാണ് ആക്രമിച്ചതെന്ന് അവർ മൊഴി നൽകിയില്ലെങ്കിൽ ഈ കേസിന്റെ
നിലനിൽപ്പിനെ തന്നെ അത് ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം പോലീസിന് ഉറപ്പായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് ആ രീതിയിൽ ഒരു മൊഴി രേഖപ്പെടുത്തലിലേക്ക് കടന്നത്. കിളിമാനൂർ സിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഷെമി പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനവും ഗൗരവമുള്ളതും അഫാൻ തന്നെ ആക്രമിച്ചു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും മറ്റു കേസുകൾ നിലവിലിപ്പോൾ 3 കേസുകളിലായിട്ടാണ് ഇതിന്റെ അന്വേഷണം, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിന്റെ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഷെമി മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളത് കേസിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. പക്ഷേ ഇനിയും ചോദ്യങ്ങൾ പലതാണ്. എങ്ങനെയാണ് 40 ലക്ഷം രൂപയുടെ കടബാധ്യത കുടുംബത്തിനുണ്ടായത്? മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ ഈ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായിട്ടുണ്ടോ, പലിശക്കാരുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ അത് ഷെമിയിൽ നിന്ന് മാത്രം ചോദിച്ചറിയേണ്ട, അതല്ലെങ്കിൽ ഇന്ന് ഭൂമിയിൽ അതിനൊക്കെ ഉത്തരം പറയാൻ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ഷെമിയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒന്നുകൂടി ഷെമി ആരോഗ്യപരമായി സ്റ്റേബിൾ ആയ ശേഷം ഷെമിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് കിളിമാനൂർ പോലീസിന്റെയും വെഞ്ഞാറമൂട് പോലീസിന്റെയും തീരുമാനം. ഗൂഗിൾ ശരി, ഷഫീദ് റാവത്തറാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും അഫാന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ വെഞ്ഞാറമൂട്ടിൽ 5 പേരുടെ ജീവനെടുത്ത കൂട്ടക്കൊലപാതക കേസിൽ ഏറ്റവും നിർണായകമായ മൊഴിയാണ് ആദ്യം ആക്രമിക്കപ്പെട്ട ഷെമി. ഇപ്പോഴും ഈ കേസിൽ ജീവനോടെ ഇരിക്കുന്ന ആക്രമണം നേരിട്ട അഫാന്റെ മാതാവ് ഷെമി നൽകിയിരിക്കുന്നത് തന്നെ ആക്രമിച്ചത് അഫാൻ എന്ന് ആദ്യമായി പറഞ്ഞിരിക്കുന്നു ഷെമി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട്.